അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധമായ അഭിഷേകം ഫിലിപ്പോസിന്റെ മേലുണ്ടായിരുന്നു. ഫിലിപ്പോസ് ഒരു അൽമായ ശുശ്രൂഷകനായിരുന്നു, ഒരു കുടുംബസ്ഥനായിരുന്നു. എങ്കിലും ആത്മാവിന്റെ അധിവാസവും അഭിഷേകത്തിന്റെ സമൃദ്ധിയും ഫിലിപ്പോസിന്റെ മേൽ ധാരാളമായി ഉണ്ടായിരുന്നു. ആരായിരുന്നു ഈ ഫിലിപ്പോസ്? ആദിമ സഭയിലെ ഒരു പ്രധാന ഡീക്കനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 5-ാം വചനം ശ്രദ്ധിച്ചു വായിച്ച് അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തഫാനോസ്, ഫിലിപ്പോസ്. പറഞ്ഞേ, ആരാണ് എസ്തഫാനോസും ഫിലിപ്പോസും? പിന്നുള്ള പേരുകൾ നമുക്കറിയാം. ഫിലിപ്പോസ് എന്തായിരുന്നു ഫിലിപ്പോസിന്റെ പ്രത്യേകത? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു ദൈവ മനുഷ്യനായിരുന്നു ഫിലിപ്പോസ്. ഒരു സാധാരണ കുടുംബസ്ഥൻ, ഒരു സാധാരണ അൽമായൻ. ഞാൻ ആത്മാവിൽ പറയട്ടെ, സഭയിൽ പരിശുദ്ധാത്മാവ് ശക്തമായ അൽമായ മുന്നേറ്റങ്ങൾ വരും നാളുകളിൽ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ അൽമായരിലൂടെ അസാധാരണമായ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് സഭയിൽ വെളിപ്പെടാൻ പോവുക സഹോദരങ്ങളെ. ശാലോം അതൊരു അൽമായ മുന്നേറ്റമാണ്. ഷെഖൈന ഇതൊരു അൽമായ മുന്നേറ്റമാണ്. ഫിയാത്ത് മിഷൻ ഒരു അൽമായ മുന്നേറ്റമാണ്. ഇതുപോലെയുള്ള പല പല ആത്മീയ മുന്നേറ്റങ്ങൾ സാധാരണക്കാരായ അൽമായരിലൂടെ തൻ്റെ സഭയെ ശക്തീകരിക്കുവാനും ഉണർത്തുവാനും നവീകരിക്കുവാനും ഉജ്ജ്വലിപ്പിക്കുവാനുമായി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് രൂപം കൊടുത്ത് അവയെ നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ പറയുന്നു, വരും വർഷങ്ങളിൽ, വരും നാളുകളിൽ ശക്തമായ ആത്മായ മുന്നേറ്റങ്ങൾ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കാൻ പോവുകയാണ്. വിശ്വസിച്ച് കരം പിടിച്ച കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഫിലിപ്പോസിനെ പോലെ ആത്മശക്തിയുള്ള, ആത്മാവിന്റെ അഭിഷേകമുള്ള, റൂഹായുടെ തീ സാന്നിധ്യമുള്ള ആത്മായ ശുശ്രൂഷകരെ തിരുസഭയ്ക്ക് നൽകണമേ. ആത്മായ മുന്നേറ്റങ്ങളെ സഭയ്ക്ക് സമ്മാനിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അതിനർത്ഥം ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരുടെ ശുശ്രൂഷ ഇല്ലാന്നാണ്. അല്ല, അവരുടെ ആ പൗരോഹിത്യ തണലിൽ നിന്നുകൊണ്ട് അൽമായ ശുശ്രൂഷകളെ, കാരണം യുഗാന്ത സഭയിൽ നമ്മളായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് അൽമായ ശുശ്രൂഷ, അൽമായ മുന്നേറ്റങ്ങൾ ഈ നാളുകളിൽ വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ചില അൽമായ മുന്നേറ്റങ്ങളെ ഇനിയും പരിശുദ്ധാത്മ സഭയിൽ അഭിഷേകം ചെയ്ത് ഉയർത്തും. ഒരു സംശയം വിചാരിക്കേണ്ട. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഫിലിപ്പോസിനെ പോലെ ആത്മാവിന്റെ തീനാവുള്ള ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് സമ്മാനിക്കും. ഇവിടെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു ഫിലിപ്പോസ്. സഹോദരങ്ങളെ, അവനൊരു കുടുംബസ്ഥനാണ്. ഭാര്യയും 4 പെൺമക്കളുമുള്ളവനായിരുന്നു ഈ ഫിലിപ്പോസ്. ഞാൻ ഫിലിപ്പോസിന്റെ ഈ ചരിത്രം പരിശുദ്ധ ബൈബിളിൽ വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, കുടുംബജീവിതം നയിച്ച ഭാര്യയും 4 പെൺമക്കളുമുള്ള ഈ ഫിലിപ്പോസിന്റെ മേലാണ് ഇത്രമാത്രം ശക്തമായ അഭിഷേകം ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അൽമായ സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാം ഈ അഭിഷേകം ഏറ്റെടുക്കുവാൻ, ഇത്തരത്തിലുള്ള മൈറ്റി അനോയിന്റിംഗ്, അളവില്ലാത്ത അഭിഷേകം, ഈ അധികമായ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പു തരികയാ. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നു. ഈ അഭിഷേകം ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ പ്രാപിക്കുന്ന കർത്താവേ, ലോക സുവിശേഷവൽക്കരണത്തിനായി, തിരുസഭയ്ക്കായി, കുടുംബങ്ങൾക്കായി ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 21-ാം അധ്യായം 8-ഉം 9-ഉം വചനം പെട്ടെന്നൊന്ന് വായിച്ച്. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു,
കേസറിയായിലെത്തി 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു. 9-ാം വചനത്തിൽ പറയാണ്, കന്യകാമാരും പ്രവചനപരം ലഭിച്ചവരുമായ 4 പുത്രിമാർ. ഉച്ചത്തിൽ പറഞ്ഞ് 4 പുത്രിമാർ. എന്താണ് ഈ പുത്രിമാരുടെ പ്രത്യേകത? അവർ കന്യകമാരാണ്, അവർ പ്രവചനപരം ലഭിച്ചവരാണ്. പ്രവചനപരവും കന്യകമാരുമായ 4 പുത്രിമാർ പീലിപ്പോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും കുടുംബ പ്രാരാബ്ധമുള്ള കുടുംബസ്ഥനായ ഒരു അൽമായനായ പീലിപ്പോസിന് മേലാണ് പരിശുദ്ധാത്മാവ് കൂടാരമടിച്ച് തന്റെ ജനത്തിന് വേണ്ടി, തന്റെ സഭയ്ക്ക് വേണ്ടി പീലിപ്പോസിനെ ശക്തിയോട് ഉപയോഗിച്ചത്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ചില അൽമായ സഹോദരങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്ത് തന്റെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്താൻ പോവാണ്. പീലിപ്പോസ് സമരിയായിലെ ഒരു പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. എവിടെയെല്ലാം കർത്താവ് പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അവിടെയെല്ലാം ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. ജനം ആത്മശക്തിയിൽ നിറയുന്നു. ജനം പരിശുദ്ധാത്മാവിലാകുന്നു. അവർ വചനത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമരിയ പട്ടണത്തിലുണ്ടായ റിവൈവൽ, പരിശുദ്ധാത്മാവ് സമരിയക്കാർക്ക് നൽകിയ ഈ റിവൈവലിൽ നമ്മൾ കാണുന്നതാണ്. പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിനായി സകല ഹൃദയങ്ങളും തുറക്കപ്പെട്ടു. കർത്താവിന്റെ വചനത്തിനായി പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിച്ചു. അവർ ഉണർവോടെ, ഏക മനസ്സോടെ, അനുതാപ ഹൃദയത്തോടെ, ചങ്ക് നുറുങ്ങി ദൈവത്തിന്റെ വചനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ രൂപാന്തരപ്പെടുത്തി. അവരുടെ ലൈഫ്, അവരുടെ ജീവിതം ക്രിസ്തുവിനായി രൂപാന്തരപ്പെട്ടു. അവർ ക്രിസ്തുവിനായി പിടിക്കപ്പെട്ടു. അനേകമായിരങ്ങൾ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 7-ാം വചനം, ദൈവത്തിന്റെ വചനം ജനമധ്യേ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ, പീലിപ്പോസ് സമരിയായിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതങ്ങൾ തീ പിടിക്കും, ചൂട് പിടിക്കും, മന്ദത മാറും, മരവിപ്പ് മാറും, നിസ്സംഗത മാറും, നിഷ്ക്രിയത്വം മാറും. നമ്മുടെ ജീവിതങ്ങൾ ഉണർവുള്ള ജീവിതങ്ങളാകും, കൃപയുള്ള ജീവിതങ്ങളാകും. ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അനേകം തറവാട് രോഗികളും മുടന്തന്മാരും അത്ഭുത സൗഖ്യം പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് രോഗികളിലേക്ക് ഇറങ്ങി. തളർന്നുപോയ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങിയപ്പോൾ കണങ്കാലുകൾ ബലം പ്രാപിച്ചു. അവർ കുതിച്ചു ചാടി, അവർ ചാടി എഴുന്നേറ്റു. ഇന്നും പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നു. അത്ഭുത രോഗശാന്തി. ഇതൊന്നും കെട്ടുകഥകളല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ഇതെല്ലാം സംഭവിക്കും. ഇത് അഭിഷേകത്തിൻ്റെ റിസൾട്ടാണ്. നമ്മളിത് അനുഭവിച്ചു വേണം ഇനിയുള്ള നാളുകളിൽ ജീവിക്കാൻ. ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ഞാൻ വീണ്ടും പറയാണ്, 2025 മുതൽ 2027 വരെയുള്ള 3 വർഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ തന്റെ സഭയിൽ ആത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നുവോ, ആരെല്ലാം അവന്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാവിനോട് സഹകരിക്കുന്നുവോ, അവരിലൂടെ ഈ വിധം ആത്മാവ് ലോകത്തിലും സഭയിലും വെളിപ്പെടാൻ പോവുക.